അങ്ങനെ നമ്മുടെ സതിയുടെ 20ാമത്തെ എപ്പിസോഡായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെല്ലമ്മയമ്മ പറയുന്ന കേട്ട് ലീല ഭർത്താവിനെ വിളിച്ചു. ലാൻഡ് ഫോണിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം വന്ന് ഫോൺ എടുത്തു. ഹലോ എന്ന് ചോദിച്ചു. ഞാൻ ലീലയാണ്, എന്താ എന്ന് ചോദിച്ചു. സതി പ്രസവിച്ച് ഒരു ആൺകുഞ്ഞാണെന്ന് രവിയോട് ലീല പറഞ്ഞു. രവി ഒന്നും മിണ്ടിയില്ല, ഫോൺ കട്ട് ചെയ്തു. ലീലയ്ക്ക് വിഷമമായി. തിരിച്ചൊന്നും അദ്ദേഹം ചോദിച്ചില്ല. ഹലോ ഹലോ എന്ന് ലീല വെച്ചിട്ടും മിണ്ടുന്നില്ല. അദ്ദേഹം ഫോൺ കട്ട് ചെയ്ത് കാണും. എന്തൊരു മനുഷ്യനാണോ എന്തോ, ഒരു കുഞ്ഞു മോക്ക് ജനിച്ചിട്ട് പോലും അദ്ദേഹം തിരിച്ചൊരു മറുപടിയും പറഞ്ഞില്ല എന്ന് നിരാശയോടെ ഫോൺ വെച്ചു ലീല. ചെല്ലമ്മയമ്മ ചോദിച്ചു. രവിയോട് വിളിച്ചു പറഞ്ഞു. വിളിച്ചു പറഞ്ഞു. എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, ഫോൺ അങ്ങ് വെച്ചു. കുഞ്ഞ് ജനിച്ചെന്നറിഞ്ഞു? അറിഞ്ഞു. ആൺകുഞ്ഞാണെന്നും അറിഞ്ഞു. അതിനുശേഷമാണ് ഫോൺ വെച്ചതെന്ന് ലീല ചെല്ലമ്മയമ്മയോട് പറഞ്ഞു. 2-3 ദിവസം വിഷമം കാണും, ഉള്ളിൽ സ്നേഹം കാണും, കാണാതിരിക്കുമോ? മോളല്ലേ, ഒരു മോളല്ലേ ഉള്ളൂ ലീലേ, നിങ്ങളെയൊക്കെ കാണിക്കാനായിരിക്കും അദ്ദേഹം അങ്ങനെ കാണിക്കുന്നത് എന്ന് ചെല്ലമ്മയമ്മ ലീലയോട് പറഞ്ഞു. രവി പോയി ചാരുകസാരയിൽ കിടന്നു. എന്നിട്ട് മനസ്സുകൊണ്ട് വിചാരിച്ചു, ഞാനൊരപ്പൂപ്പനായി അല്ലേ. എൻ്റെ സതിമോളെ പ്രസവിക്കുമ്പോൾ ഒരു പൊടി കുഞ്ഞായിരുന്നു. അന്ന് നേഴ്സ് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നപ്പോൾ അവൾ എൻ്റെ കണ്ണിൽ തന്നെ നോക്കി നിന്നു. സുന്ദരിയായ ഒരു കുഞ്ഞ്, അവൾ എന്നെ തന്നെ നോക്കി നിന്നു. ആ നിമിഷം ഇന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ എവിടെ പോയാലും അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. എൻ്റെ തോളിലും വെച്ച് നടന്ന മോളാണ്. ഒരു നിമിഷം അവൾ എന്നെയും മറന്നു അവൾ ഒരുത്തൻ്റെ കൂടെ പോയി എന്ന് രവി മനസ്സുകൊണ്ട് വിചാരിച്ചു. കണ്ണിൽ കൂടി കണ്ണുനീര് ഒഴുകി മോളെ ഓർത്ത്. പെട്ടെന്ന് രവി കണ്ണുകൾ തുടച്ചു. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു. കുഞ്ഞിനെ കാണണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട്. അത് എന്തായാലും രവി മറച്ചു വെച്ചു. നേഴ്സ് വന്ന് ചോദിച്ചു, സതിയുടെ ആളുണ്ടോ? ഉണ്ട്, സതിയെ ഇപ്പം റൂമിലേക്ക് മാറ്റും എന്ന് പറഞ്ഞു. ശരിയെന്ന് ശിവൻ പറഞ്ഞു. അങ്ങനെ ചെല്ലമ്മയമ്മയും ലീലയും ശിവനും കൂടി റൂമിലേക്ക് പോയി. അപ്പോഴത്തേക്ക് സതിയെ റൂമിലേക്ക് കൊണ്ടുവന്നു. ശിവനെ കണ്ടതും സതിയുടെ കണ്ണുകൾ നിറഞ്ഞു. ശിവൻ പെട്ടെന്ന് ചെന്നു. സതി കരയരുത്, ഞാനിവിടെ ഇല്ലേ, അമ്മയുണ്ട്, ചെല്ലമ്മയമ്മയുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. ഇല്ല, സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞതാണ്. മോനെ കണ്ടില്ലേ എന്ന് ചോദിച്ചു. കണ്ടു എന്ന് ശിവൻ പറഞ്ഞു. ശിവൻ കുഞ്ഞിൻ്റെ കുഞ്ഞു കയ്യിൽ ഒന്ന് തൊട്ടു. കുഞ്ഞ് അച്ഛനെ തന്നെ നോക്കി. അപ്പോഴത്തേക്കാ ലീല വന്നു പറഞ്ഞു, എന്തിനാ മോളെ കണ്ണ് നിറയ്ക്കുന്നത്? ഇപ്പം കരയാൻ പാടില്ല, സന്തോഷം ആണ് വേണ്ടത്. അമ്മ അച്ഛനെ വിളിച്ചു പറഞ്ഞു. അച്ഛനെ വിളിച്ചു പറഞ്ഞു. അച്ഛൻ എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല എന്ന് ലീല പറഞ്ഞു. സതിക്ക് വല്ലാത്ത വിഷമം തോന്നി. ശിവൻ പറഞ്ഞു, വിഷമിക്കേണ്ട, അച്ഛന് കുറച്ച് ദിവസം കഴിയുമ്പോൾ കെറുവൊക്കെ തീരും, നീ സമാധാനപ്പെടു എന്ന് പറഞ്ഞു. ചെല്ലമ്മയും പറഞ്ഞു, ഇപ്പോൾ സന്തോഷിക്കേണ്ട ദിവസമാണ്, സങ്കടപ്പെടാനേ പാടില്ല എന്ന് സതിയോട് പറഞ്ഞു. സതി എന്ന് മൂളി. ചെല്ലമ്മയമ്മേൻ്റെ മോനെ കണ്ടില്ലേ? ഞാൻ കണ്ടു, എടുത്തില്ല മോളെ, ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞു. അടുത്ത എപ്പിസോഡിൽ ബാക്കി കഥയുമായി വരും വരെ ബൈ ബൈ.